ഇത് അഫ്കാറ്റ് 2022 ആണ്. ഇത് കുറച്ച് ഹാർഡാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നല്ല ടഫാണ്. ഞാൻ വായിക്കാം. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം rupees 19500 invested for 2/5 years at 10% per annum interest compounded annually? ഫ്രാക്ഷണൽ ഇയർ വരുമ്പോൾ പ്രശ്നമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ കുഴപ്പമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല PNR ആണല്ലോ. അവിടെ ഫ്രാക്ഷണൽ ഇയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതായത് 1.5 ഇയർ ആണെങ്കിൽ എന്നിന് 1.5 ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഫോർമുലയിൽ എന്നിന് ഫ്രാക്ഷൻ ആണെങ്കിൽ അത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു, ഒരു കുഴപ്പമില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. കേട്ടല്ലോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഫ്രാക്ഷണൽ പവർ വന്നാൽ പാടില്ല. നമ്മൾ ഫോർമുല അറിയാം, P×1 + R/100 ഒക്കെയാണ്. അതിൽ n ഫ്രാക്ഷൻ വരാൻ പാടില്ല. n നാച്ചുറൽ നമ്പർ തന്നെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രാക്ഷണൽ ഇയർ വന്നാൽ എന്ത് ചെയ്യും അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ക്വസ്റ്റ്യൻ ടഫാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കാൽക്കുലേഷൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. കാൽക്കുലേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 19500 അല്ലേ, 19500 1 + 2/5 ഇയർ ആണ് അല്ലേ. 1 + 2/5 ഇയർ ആണ്. അതെന്താ ചെയ്യണ്ടേ? 1 + 2/5 19500 1 ഇയർ ആദ്യം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. 1 ഇയർ കഴിയുമ്പോൾ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടുമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2/5 ഇയർ എക്സ്ട്രാ. അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. 1 + 2/5 ഇയർ ആണല്ലോ. ആദ്യം കോമ്പൗണ്ടഡ് ആനുവലി ആണല്ലോ. 1 ഇയർ കഴിയുമ്പോൾ ഒരു എമൗണ്ട് ടോട്ടൽ എമൗണ്ട് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2/5 ഇയർ, അതൊരു ഫ്രാക്ഷനാണ് അറിയാമല്ലോ, ഫ്യൂ മന്ത്സ് അല്ലേ, കുറച്ച് മാസം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ എമൗണ്ടിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര്, എന്തെങ്കിലും ഒരു പേര് ലെറ്റർ പറയാം. എക്സ് 2/5 ഇയർ കഴിഞ്ഞിട്ടുള്ളതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, Y. അപ്പോൾ ഫ്രാക്ഷണൽ ഇയർ വരുമ്പോൾ ആ ഇൻഡിജർ പാർട്ട് ഇതേപോലെ എഴുതിയിട്ട് ഫ്രാക്ഷണൽ പാർട്ട് സെക്കൻഡ്. ഇപ്പോൾ അവർ പറയുകയാണ് 3.2 ഇയർ എന്നാണ് പറയണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് 3 ഇയർ എന്ന് ആദ്യം എഴുതാം. എന്നിട്ട് ഫ്രാക്ഷണൽ ഇയർ 0.2 ഇയർ സെക്കൻഡ് സ്പ്ലിറ്റ് ചെയ്യണം. 3.2 ഇയർ എന്നാണ് പറയണമെങ്കിൽ 3 ഇയറിൻ്റെ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് ഒരു 0.2 ഇയർ. ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ഇങ്ങനെ വരയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ വരയ്ക്കണം. ഇൻഡിജർ പാർട്ടിൻ്റെ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വരയ്ക്കുക. അപ്പോൾ 1 ഇയർ 2/5 ഇയർ അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം, എക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ. എക്സ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ആണ് കേട്ടോ കാണുന്നത്. ടോട്ടൽ എമൗണ്ട് എത്ര എമൗണ്ട് കയ്യിൽ വരും 1 ഇയർ കഴിഞ്ഞാൽ. ഫോർമുല അറിയാമല്ലോ, P×1 + R/100 ആണല്ലോ നമ്മളെ ഫോർമുല. ടോട്ടൽ എമൗണ്ട് ആണ് ഉദ്ദേശിച്ചത് എക്സ്. അപ്പോൾ ഒരു വർഷമാണല്ലോ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് Y കാണാം. അപ്പോൾ P എന്ന് പറഞ്ഞാൽ 19500 ആണ് അല്ലേ. × 1 + R എത്രയാണ്? 10% അല്ലേ. 10/100 n എന്ന് പറഞ്ഞാൽ 1 ആണ്. n 1 അല്ലേ, 1 ഇയർ. ശരിയാണല്ലോ, അതാണ് എക്സ്. നമുക്ക് വേണ്ടത് Y ആണ്, പക്ഷെ എക്സ് കിട്ടിയാലേ Y കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19500 × 1.1 കിട്ടും. ഓക്കെ ആണല്ലോ, ഇതാണ് എക്സ്. പിന്നെന്താണ്, പിന്നെ ഒരു 2/5 ഇയർ ഉണ്ടല്ലേ. നമ്മൾ ആനുവൽ റേറ്റ് 10% ആണ് കേട്ടോ. ആനുവൽ റേറ്റ് 10% പെർ ആനം ആണ്. ഇവിടെ 10% പെർ ആനം ആണ്. കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സ്ഥലത്ത് നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. കേട്ടല്ലോ, ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ Y കാണണമെങ്കിൽ X × n × R/100 എന്ന് എഴുതാം. ഈ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിക്കാം. അവിടെ P×1 + R/100 ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഫ്രാക്ഷൻ വരുന്ന സ്ഥലത്ത്. അപ്പോൾ ഫ്രാക്ഷൻ വരുന്ന സ്ഥലത്ത് നിങ്ങൾ PNR എഴുതാം. പക്ഷെ അവിടുത്തെ PX ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയല്ലോ 19500 × 1.1 ആണല്ലോ എക്സ്. n എന്ന് പറഞ്ഞാൽ 2/5 ഇയർ ആണ്. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സ്ഥലത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. n 2/5 ആണ് അല്ലേ. n എന്ന് പറഞ്ഞാൽ 2/5.
കാൽക്കുലേഷൻ ഞാൻ പറയണില്ല. 6/100 അല്ലേ, 6/100. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 എന്ന് പറഞ്ഞാൽ 10/100. ശരിയല്ലേ? ഇവിടെ ഒരു കാര്യമുണ്ട്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻറ്റു n/r ഇങ്ങനെ എഴുതണം കേട്ടോ, +100. ടോട്ടൽ എമൗണ്ട് അല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? ശരിയല്ലേ? PNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റേ ആവുന്നുള്ളൂ അല്ലേ? PNR എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റേ വരുന്നുള്ളൂ. ശരിയല്ലേ? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ P ഇൻറ്റു NR+1 ആണല്ലോ ഫോർമുല അല്ലേ? PNR ഇൻട്രസ്റ്റ് മാത്രം, ടോട്ടൽ എമൗണ്ട് y ആണല്ലോ. അതെന്ന് പറഞ്ഞാൽ P ഇൻറ്റു NR+1 എഴുതേണ്ടി വരും. അപ്പോൾ P ഇൻറ്റു NR+1 അങ്ങനെ എഴുതണേ. അപ്പോൾ NR+1 എഴുതാം. അപ്പം NR എഴുതി, ഇവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ ആവശ്യം വരും. P ഇൻറ്റു n എന്താണ്? n ഇവിടെ P എന്ന് പറഞ്ഞാൽ 19500 ഇൻറ്റു 1.1 ആണ് അല്ലേ? അതാണ് P. 19500 ഇൻറ്റു 1.1 ആണ് P, അതായത് x അല്ലേ? അത് ഇൻറ്റു NR. NR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്രയാണ്? 2/5. R എന്ന് പറഞ്ഞാൽ 10/100 അല്ലേ? ശരിയല്ലേ? +1. നമ്മൾ എഴുതിയത് ശരിയല്ലേ എന്നൊന്നുകൂടി നോക്കിയാലോ. അപ്പോൾ ഈ x/y നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ്. പക്ഷെ y ഈസ് ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് ആയതുകൊണ്ടാണ് ടോട്ടൽ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം P ഇൻറ്റു NR+1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. P ഇൻറ്റു 1 + NR അല്ലെങ്കിൽ NR+1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് x ഇൻറ്റു NR+1 എന്ന് എഴുതിയത്. അപ്പോൾ x നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി NR-ൽ ആ n 2/5 ആണ് ഇപ്പോഴത്തെ. R എന്ന് പറഞ്ഞാൽ 10/100. R എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. 10/100 +1. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത്ര ടഫൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽക്കുലേഷൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 2808 കിട്ടും. ഇത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെത്തേഡ് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം അല്ലേ? നിങ്ങളിത് എഴുതിയെടുത്തതാണല്ലോ. ഇത് അഫ്ക്യാറ്റ് 2021 ആണ്. ഇത് അത്ര ടഫൊന്നല്ല, ശ്രദ്ധിച്ചിരിക്കാം. ഇഫ് ദ സം ഓഫ് എമൗണ്ട് ബിക്കം 7 times in 20 years, then find the rate of simple interest. ഇത് അത്ര ടഫൊന്നല്ല, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനീഷ്യൽ എമൗണ്ട് P ആണ്. ഫൈനൽ എമൗണ്ട് എത്രയാണ്? ഫൈനൽ ഇനീഷ്യലി നമുക്കറിയാം, നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. ഇനീഷ്യൽ എമൗണ്ട് P ആണ്. ഫൈനൽ എമൗണ്ട് എന്താണ്? ഫൈനൽ എമൗണ്ട് 7P ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ അല്ല, നമ്മൾ എത്രയോ എമൗണ്ട് അടച്ചു, അത് 7 വർഷം കഴിയുമ്പോൾ അല്ല, എത്ര വർഷമാണ്? 20 years അല്ലേ? 20 years കഴിയുമ്പോൾ 7 times ആയി മാറണം. അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് P ആണ്, ഫൈനൽ എമൗണ്ട് 7P ആണ്. ഈ ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റൂള് പ്രകാരം എങ്ങനെയാ? P ഇൻറ്റു 1 + NR അല്ലെങ്കിൽ NR+1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. P ഇൻറ്റു 1 + NR. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. R എന്താണെന്ന് അറിയില്ല. R/100. R ആണ് വേണ്ടത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല എത്രയാണ്? P ഇൻറ്റു 1 + NR. വെറും PNR അല്ല, അത് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. P ഇൻറ്റു 1 + NR ആണ്. P ഇൻറ്റു 1 + NR. n 20 ആണല്ലോ. R എന്ന് പറഞ്ഞാൽ R/100 അസ്യൂം ചെയ്തു. P ഇൻറ്റു, അപ്പോൾ അത് 7P ആയിരിക്കണം. രണ്ട് സൈഡിൽ നമുക്ക് P വെട്ടിക്കളയാലോ. ഇത് പെട്ടെന്ന് കിട്ടും ആൻസർ. രണ്ട് സൈഡിൽ P വെട്ടിക്കളഞ്ഞാൽ 7 = 1 + 20/100 വെട്ടിച്ചെറുതാക്കാൻ അറിയാലോ നിങ്ങൾക്ക്. R/5 കിട്ടും. ഓക്കെ അല്ലേ? സോ ഈ 1 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ R/5 = 7 - 1 വരും, അതായത് 6 വരും. ശരിയല്ലേ? ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R = 30 വരും. അതിനുശേഷം പെർസെൻറ്റേജിൻ്റെ സിമ്പിളും കൊടുക്കാം അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. അപ്പോൾ ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? 1 മിനിറ്റ് ഒന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. അഫ്ക്യാറ്റ് 2021. A sum of ₹7,000 is invested in a bank at simple interest. After 3 years, he invested ₹3,000 more, and after 8 years, he earned a total interest of 4,970. What will be the rate of interest at which he invested the sum? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ കുറച്ച് ഇൻഡയറക്റ്റ് ആണല്ലേ, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. അതായത് തുടക്കത്തിൽ 7,000 ഇൻവെസ്റ്റ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് 3000. 8 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്. അങ്ങനെ കരുതിയാൽ മതി, കേട്ടല്ലോ. നമ്മൾ 7000 ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 വർഷം, മനസ്സിലായി, ഒരു 3 വർഷത്തെ ഗ്യാപ്പ്, 3 years അല്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു 3000 ഡെപ്പോസിറ്റ് ചെയ്തു. രണ്ടിൻ്റെയും കൂടിയും റിസൾട്ടാണ് 8 വർഷം കഴിയുമ്പോൾ വരുന്നത്. ആദ്യത്തത് ഫുൾ 8 years വരെ ഉണ്ട് കേട്ടോ, നമ്മൾ ബാങ്കിലുണ്ട്. മനസ്സിലായല്ലോ. ആ 7000 8 വർഷം കഴിഞ്ഞിട്ട് ഞാനിത് എടുക്കുന്നുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ 7000 ഇട്ടു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് ഒരു 3000 കൂടിയും ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി 8 വർഷം കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ശരിയല്ലേ, ഇൻട്രസ്റ്റ് 4970 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പോൾ 7000ൻ്റെ ഇഫക്റ്റ് അവസാനം വരെ ഉണ്ടാവും, അല്ലേ. 8 വർഷം ഉണ്ടോ, ഇത് 8 years ആണ്. 7000 ഇട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് 8 വർഷം കഴിഞ്ഞിട്ടാണ്, മനസ്സിലായാലും. അപ്പോൾ 7000ൻ്റെ ഇഫക്റ്റ് 8 വർഷം തന്നെയുണ്ട്. 7000 ഇട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് 3000 ഇടുന്നത്. അപ്പോൾ 3000 5 years സമയമാണ് അവിടെ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ 7000 8 വർഷം ഉണ്ട്. അപ്പോൾ 7000ൻ്റെയും 3000ൻ്റെയും ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 4970 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? അപ്പോൾ 7000 ഇട്ടു. 8 വർഷം കഴിയുമ്പോൾ 7000ൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പോൾ നമുക്ക് 7000 നമുക്ക് P1 എന്ന് പേര് കൊടുക്കാം, ഇതിന് നമുക്ക് P2 എന്ന് പേര് കൊടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതിയാലും മതിയല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെങ്കിൽ നേരിട്ട് നമുക്ക് സിമ്പിളൊന്നും ഉപയോഗിക്കാതെ നേരെ തന്നെ എഴുതാമല്ലോ. 7000 8 വർഷം ഇൻട്രസ്റ്റ് റേറ്റ് 6%. അപ്പോൾ 7000 നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 7000 PNR അല്ലേ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 7000 8 വർഷം അവിടെ അവൈലബിൾ ആണ്. N R എന്ന് പറഞ്ഞാൽ R/100 അറിയില്ലല്ലോ. ഇതാണ് 7000 നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. 7000ൻ്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്. ഇനി 3000ൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അല്ലേ? 3000 വഴി കിട്ടുന്ന ഇൻട്രസ്റ്റ്. 3000 5 years അവൈലബിൾ ആണ്. PNR പ്രകാരം 3000 ഇൻറ്റു N 5 ആണ്. 3000 5 years ആണ് ഉള്ളത്. R എന്ന് പറഞ്ഞാൽ R/100, അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ശരിയാണല്ലോ. അത് എത്രയാണെന്ന് അറിയില്ല. ഇത് രണ്ടിൻ്റെയും സമ്മാണ് എന്ത്? 4970. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 7000ൻ്റെ ഇൻട്രസ്റ്റ് ആണ്, മനസ്സിലായല്ലോ. ടോട്ടൽ എമൗണ്ട് അല്ലേ, ഓൺലി ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് PNR എഴുതിയത്. 3000ൻ്റെ നമുക്കിത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നവരൊക്കെ പുറത്തോട്ട് എടുത്തു. R/100 രണ്ടിലും കോമൺ ആണ്. അല്ലെങ്കിൽ 6 വെട്ടിക്കളയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം. അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ വേണമെങ്കിൽ ഒരു 2 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്താലോ. ഇവിടെ 100 അല്ലേ, ഈ 2 0 പോയി. ഇവിടെ 100 അല്ലേ, ഇവിടെ 2 0 പോയി. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 70 × 8 അല്ലേ, 560 R എന്ന് വരും ഇവിടെ, ശരിയല്ലേ? അതെ, 560 R വരും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 150 R ഈക്വലോ 4970 എന്ന് കിട്ടും, ശരിയല്ലേ? ശരിയാണല്ലോ. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 710 കിട്ടും, ശരിയല്ലേ? എന്ന് നോക്കിയാൽ 710 R ഈക്വൽ 4970. അപ്പോൾ R എന്ത് വരും? R 4970 ഡിവൈഡഡ് ബൈ 710 ചെയ്തു വരുമ്പോൾ 7 കിട്ടും നിങ്ങൾക്ക്. പെർസെൻറ്റേജ് സിമ്പിൾ ഇടാൻ മറക്കണ്ട. സോ R ഈക്വൽ 7%. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അല്ലേ? ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ. ഇത് AFCAT 2021 ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഇത് AFCAT 2020 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇതേ മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, പക്ഷേ ഈ മോഡൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാം. എ സം ഓഫ് മണി ട്രിപ്പിൾസ് itself in 6 years at simple interest. In how much time it will become 10 times? മനസ്സിലായോ? 6 year കൊണ്ട് ട്രിപ്പിളായി, 3 ഇരട്ടിയായി. 6 വർഷം കൊണ്ട് 3 ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ 10 ഇരട്ടി ആവാനായിട്ട് എത്ര വർഷം വേണം, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, 3 വർഷം കൊണ്ട്. ഫസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് ആണ്. ഫൈനൽ എമൗണ്ട് 3 ട്രിപ്പിൾസ് എന്ന് പറയുമ്പോൾ 3P ആണ്.
ഞാൻ അടച്ച എമൗണ്ട് പി ആണെന്ന് വിചാരിക്കുക, ഫൈനൽ എമൗണ്ട് 3p ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് പ്രകാരം എഴുതണം കേട്ടോ. പി ഇൻറ്റു ഇതെന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ പി ഇൻറ്റു 1+NR ആണല്ലോ ഫോർമുല. ഫൈനൽ എമൗണ്ട് പി ഇൻറ്റു 1+NR. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. 6/100 ഇരിക്കട്ടെ. ശരിയാണല്ലോ, ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെയാണ്. നമുക്ക് എന്താ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ബിക്കംസ് 10 times. 10 times ആവാനായിട്ട് എത്ര വർഷം വേണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനൊരു ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് ഈ റിലേഷൻ കിട്ടിയത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഫൈനൽ എമൗണ്ട് ഈക്വൽ പി ഇൻറ്റു 1+NR. NR/100. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 6 അറിയില്ല. ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് പി വെട്ടിക്കളഞ്ഞാലോ. അപ്പം 3 = 1+6R/100 അല്ലേ. അപ്പോൾ 3 1 അങ്ങോട്ട് പോകുമ്പോൾ 2 = 6R/100. അപ്പോൾ R/100 = 1/3. നമുക്ക് R/100 തന്നെ വേണം, അതുകൊണ്ടാണ് 2/6 = 1/3. 6 അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ R/100 1/3 വന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയാലോ. ഇൻ ഹൗ മച്ച് ഇയർ അല്ല, എത്ര വർഷം കഴിഞ്ഞാലാണ്, ഇൻ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ബിക്കം 10 times. അപ്പോൾ ഫൈനൽ എമൗണ്ട് 10 times പി കിട്ടണം നമുക്ക്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി ആണെന്ന് വിചാരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി ആണ്, ഫൈനൽ എമൗണ്ട് 10 times പി ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര വർഷം എടുക്കും? 1+NR/100 അല്ലേ ഫോർമുല അല്ലേ. പി ഇൻറ്റു 1+NR/100 ആണല്ലോ ഫോർമുല. പി വെട്ടിക്കളയാലോ. അപ്പം 10 = 1+N അറിയില്ല. R/100 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ. ഇവിടെ R/100 1/3 ആണെന്ന് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ N × 1/3 or N/3. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. R/100 ഞാൻ 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ N/3 = 9 കിട്ടും. 1 അങ്ങോട്ട് എടുത്തപ്പോൾ N/3 = 9. അപ്പോൾ N ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ N = 27. 3 × 9 എന്താണ്? 27 years. 27 വർഷം കഴിഞ്ഞാൽ 10 times ആവും. സോ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ് അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് അഫ്കാറ്റ് 2020 തന്നെയാണ്. എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 4 years ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത മോഡലാണ്, ബട്ട് ഇത് കുറേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫൈനൽ എമൗണ്ട് 4 times അല്ല, സം ഓഫ് മണി ഡബിൾസ് അല്ലേ. ഫൈനൽ എമൗണ്ട് 2p ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പിയും ഫൈനൽ എമൗണ്ട് 2p. ഫൈനൽ എമൗണ്ട് ഈക്വൽ പി ഇൻറ്റു 1+. ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല പി ഇൻറ്റു 1+NR/100 ആണ്. 1+NR. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, R എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ. ഫൈനൽ എമൗണ്ട് ഈക്വൽ പി ഇൻറ്റു 1+NR/100. N 4 ആണ്, R അറിയില്ല എന്താ. രണ്ട് സൈഡിൽ പി വെട്ടിക്കളഞ്ഞാലോ. അപ്പോൾ നമുക്ക് 2 = 1+4R/100 എന്ന് കിട്ടും. ഓർ 4R/100 = 1 എന്ന് കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ അറേഞ്ച് ചെയ്യുക. അറിയാമല്ലോ 4/100 എന്ന് പറഞ്ഞാൽ 25 ആണ്. അറിയാമല്ലോ 4/100 1/25 ആണ്. = 1. അപ്പോൾ R = 25 എന്ന് എഴുതാം. എന്നിട്ട് പെർസെൻറ്റേജ് സിമ്പിൾ ഇടാം. 25% ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. സോ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് അഫ്കാറ്റ് 2019 ആണ്. ഇത് അഫ്കാറ്റ് 2019 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ സ്കീം വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻക്രീസസ് ബൈ 0.5% per annum every year. For the first year, the rate of interest is 14% per annum. A sum of ₹1,000 is invested in this scheme for 5 years. Find the interest that will be generated in total. ഇത് നല്ലൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000 ആണ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഫസ്റ്റ് ഇയറിലുള്ള ഇൻട്രസ്റ്റ് 14% ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫസ്റ്റ് 1 year എത്രയാണ്? 14% ആണ്.
നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആവുമ്പോൾ 14.5% ആവും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇൻട്രസ്റ്റ് 0.5% വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. തേർഡ് ഇയർ ആവുമ്പോൾ 0.5 കൂട്ടിക്കഴിഞ്ഞാൽ 15% ആവും. ആൻഡ് ഫോർത്ത് ഇയർ ആവുമ്പോൾ 15.5% ആവും. ആൻഡ് ലാസ്റ്റ് ഇയർ ഫിഫ്ത്ത് ഇയർ ആവുമ്പോൾ അത് 16% ആവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലായോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1000 ആണ്. 1000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ 14% പ്രകാരമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 14.5% ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. PNRൽ ആ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. PNR ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയിൽ ആ PNR ഇല്ലേ, അതിൽ ആ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി തുടക്കത്തിൽ അടച്ച എമൗണ്ട് ആണ്, അത് മറക്കരുത്. അപ്പോൾ 14% ഫസ്റ്റ് ഇയർ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് നമുക്ക് I1 എങ്ങാനും പേര് കൊടുക്കാം അല്ലേ. 14% പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുമല്ലോ. PNR ആണല്ലോ ഫോർമുല. 1000 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞാൽ അല്ലേ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/100. ഇവിടെ കാൽക്കുലേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ I1 കിട്ടും. I1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട്. പക്ഷേ തുടക്കത്തിൽ അടച്ച 1000 അവിടെ തന്നെ കിടക്കും, ബാങ്കിൽ 1000 ആയിട്ട് തന്നെ എടുക്കുള്ളൂ, അത് മാറുന്നില്ല. നമുക്ക് കിട്ടുന്ന അഡീഷണൽ എമൗണ്ട് ആണിത്. അപ്പോഴും നമ്മൾ തുടക്കത്തിൽ അടച്ച എമൗണ്ട് ആയിട്ടാണ് ബാങ്കിലേക്ക് എടുക്കുന്നത്. ദിസ് ഈസ് എക്സ്ട്രാ എമൗണ്ട്. ഇനി I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.5% പ്രകാരം കിട്ടുന്ന ഇൻട്രസ്റ്റ്. 14.5% പ്രകാരം എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും? 14% പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി 14.5% പ്രകാരം 1 ഇയർ പീരീഡിൽ എത്ര ഇൻട്രസ്റ്റ് ആവും? PNR അല്ലേ. മാർക്ക് ചെയ്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര സ്റ്റേജ് കഴിഞ്ഞാലും പി എഴുതുമ്പോൾ തുടക്കത്തിലത്തെ എമൗണ്ട് എഴുതാൻ പാടുള്ളൂ. മറക്കരുത്, എത്ര സ്റ്റേജ് കഴിഞ്ഞാലും പി എഴുതുമ്പോൾ തുടക്കത്തിലത്തെ എമൗണ്ട്. പക്ഷെ കോമ്പൗണ്ട് ആണെങ്കിൽ പി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ 14.5% പ്രകാരം എത്ര എമൗണ്ട് എക്സ്ട്രാ കിട്ടും? PNR. പി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അടച്ച എമൗണ്ട് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. PNR 14.5% ഒരു വർഷത്തേക്കാണ് അല്ലേ. 1 ഇൻറ്റു 14.5/100 എന്ന് എഴുതും. ക്ലിയർ ആയല്ലോ. ഇത് ഇപ്പം ചെയ്യുന്നില്ല, നമുക്ക് അവസാനം വല്ല കോമൺ ആയിട്ട് വല്ലതും പുറത്തോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഇനി I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% പ്രകാരം കിട്ടുന്ന ഇൻട്രസ്റ്റ്. മനസ്സിലായല്ലോ. ഫോർ 1 ഇയർ അല്ലേ. 15% ഫോർ 1 ഇയർ ആണല്ലോ. അപ്പോൾ PNR ആണല്ലോ ഇൻട്രസ്റ്റ്. പി എന്ന് പറഞ്ഞാൽ മറക്കരുത്, തുടക്കത്തിലത്തെ എമൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 15% ഒരു വർഷത്തേക്കാണ്. 15% PNR അല്ലേ, 15/100. ഇനി I4 ഇതിങ്ങനെ വേഗം എഴുതി പോണേ. I4 എന്ന് പറഞ്ഞാൽ 15.5%. അറിയാമല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തേക്കാണ് 15.5/100. ഇനി ഫൈനലി I5 അത് 1000 ഇൻറ്റു അല്ലേ 1 2 3 4 5 ഇയർ ആണല്ലോ. 1000 ഇൻറ്റു 1 ഇൻറ്റു 16/100. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും കിട്ടുന്ന ഇൻട്രസ്റ്റുകളെല്ലാം ആഡ് ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. I total നമുക്ക് അതാണല്ലോ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് വിൽ ബി ജനറേറ്റഡ് ഇൻ ടോട്ടൽ. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 പ്ലസ് I5. നിങ്ങൾ വിചാരിക്കും ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണമെന്നത്, സമയം കുറേ എടുക്കും. നമുക്ക് എങ്ങനെ ഇത് 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാം, അതാണല്ലോ നമ്മളെ എയിം. അപ്പോൾ എപ്പോഴും കുറേ അഡീഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ പുറത്തോട്ട് എടുക്കുക. എപ്പോഴും അങ്ങനെയാണ്. അല്ലാതെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ആഡ് ചെയ്യുമ്പോൾ കണ്ടില്ല ഇവിടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ കുറേ ടൈം എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1000/100 ഇവിടെ നമുക്ക് വെട്ടിപ്പോകുന്നുണ്ട് ഭാഗ്യത്തിന്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കോമൺ ആയിട്ട് എടുക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടെ. ഇവിടെ വെട്ടിപ്പോകുന്നുണ്ട് ഭാഗ്യത്തിന്. 0 എല്ലാത്തിലും ക്യാൻസലായി പോകുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോ, നോ പ്രോബ്ലം. ഇത് 1000 അല്ലായിരുന്നെങ്കിൽ കേട്ടോ, വല്ല 1573 എന്നൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് എടുത്ത് പുറത്തോട്ട് എടുത്ത് ആഡ് ചെയ്താൽ മതി.
ഇപ്പം ഞാൻ കുഴപ്പമില്ല, വെട്ടിക്കളയ ഓരോന്നും ഈസിയാണ്. ആദ്യത്തെ 140, അടുത്തത് 145 അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140, അടുത്ത 145 അല്ല, അറിയാമല്ലോ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ പറയണില്ല. അടുത്ത 150, 155 ആൻഡ് 160. ഇത് ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 750 ആണ്. ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ.